അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ഉണ്ടാക്കുന്നത് ബറാത്തിൻ്റെ ഒരു പായസമാണ്. ബറാത്തിനെല്ലാം കണ്ണൂർ തലശ്ശേരി സൈഡ് പണ്ട് മുതൽക്കേ ഉണ്ടാക്കി വരുന്ന ഒരു പായസമാണ്. സാധാരണ ഗോതമ്പ് വെച്ചിട്ട് പായസം ഉണ്ടാക്കും. അപ്പം ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. അപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒറോട്ടീൻ്റെ മാവില്ലേ, അരിമാവ്, അത് ചെറിയ സൈസിൽ അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ വാഴയിലയിലോ ഇങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ സൈസിൽ ഉരുട്ടിയെടുക്കാം. അത് ആവിച്ചെമ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. 10-15 മിനിറ്റിനുള്ളിൽ തന്നെ വെന്ത് കിട്ടും. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങേൻ്റെ 1-ാം പാലും 2-ാം പാലും എല്ലാം എടുക്കണം. പായസത്തിൻ്റെ അളവനുസരിച്ചിട്ട് നമുക്ക് പാലെടുക്കാം. ഞാനിപ്പോൾ 2 തേങ്ങേൻ്റെ പാലാണ് എടുത്തിന്. ആദ്യം ഒരു പായസം ഉണ്ടാക്കുന്ന പാത്രത്തിൽ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിലേക്ക് നമ്മളെ പഴുത്ത നേന്ത്രപ്പഴയിലെ ഞാനിപ്പോൾ 3 നേന്ത്രപ്പഴം എടുത്തിന്. അത് ചെറിയ പീസാക്കിയിട്ട് ഈ പാലിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല, അത്രയും ചെറുതായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം, എന്നാലേ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതും കൂടി ഇട്ട് ആവശ്യത്തിന് മധുരവും ഒരിത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വെന്ത് അടിഞ്ഞു പോകാണ്ട് ശ്രദ്ധിച്ചാൽ മതി. മധുരം ചെക്ക് ചെയ്തിട്ട് മാത്രം ഇട്ട് കൊടുക്കുക, കാരണം നേന്ത്രപ്പഴത്തിൻ്റെ മധുരം കൂടി ഇതിൽ വരും. ഇപ്പോൾ കണ്ടില്ലേ, പെട്ടെന്ന് വെന്ത് വന്നാൽ നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത ആ ഒരു അരിൻ്റെ ഉരുട്ടിയെടുത്തിട്ട് വേവിച്ചെടുത്തിട്ടില്ലേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് അത് കുക്ക് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മധുരം ചെക്ക് ചെയ്യണേ. പിന്നെ ഇതിലേക്ക് 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. അതും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം ഇത് കുറുകുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണം. നന്നായി വെന്ത് കുറുകണ്ട, കാരണം തീ ഓഫ് ചെയ്ത് തണുക്കുന്ന സമയത്ത് ഒന്നുകൂടി കുറുകി വരും. അതുകൊണ്ട് നല്ലോണം വറ്റാൻ വേണ്ടി കാത്തു നിൽക്കണ്ട. ഒന്ന് കുക്കായാൽ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. അടിപൊളിയായിട്ടുള്ള പായസമാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.